23 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഇട്ട് വെക്കണം. ഇനി ഞാനിത് പറഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ആ സുഹൃത്ത് ഇപ്പം എന്നെ കോൺടാക്റ്റ് ഒന്നുമില്ല, മിണ്ടാറൊന്നുമില്ല. പക്ഷേ ആ സുഹൃത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുവാണ്. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ആൾക്കാരെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജൊക്കെ നിങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും. കാരണം അവിടെയും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഗ്രേപ്സിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗ്രേപ്സിനെ നമ്മൾ ആദ്യം ജ്യൂസ് ആക്കണം. ആ ഗ്രേപ്പ് ജ്യൂസിന് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യണം. ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒരു കുഴിയിലേക്ക് അടച്ചു വെക്കുകയാണ്. എന്തിനാണ് ഈ കുഴിയിൽ ഇറക്കി വെക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം. പണ്ട് വളരെ കാലങ്ങൾക്ക് മുന്നേ അങ്ങനെയൊന്നുമില്ല. ഈ വൈൻ കണ്ടുപിടിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ തണുപ്പേറിയ രാജ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്ക് ആ തണുപ്പുള്ള സാഹചര്യത്തിൽ അത് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടുകാർ ഈ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 to 35 ഡിഗ്രീസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും ഇത് ചീഞ്ഞു പോകാനും കേടായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചൂട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് കുഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, കുഴിച്ചു വെച്ചിട്ട് ഒരു 3 മാസം വെച്ചേക്കാം അല്ലേ. ഫെർമെൻറ്റേഷൻ എന്നാണ് ഈ പ്രോസസ്സിന് പറയുന്നത്. നമ്മളൊരു 3 മാസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോഴത്തേനും പതയും നൊരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെ കണ്ട് പുച്ഛിക്കരുത്. കാരണം അതിലിപ്പം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. വൈൻ ആയി കഴിഞ്ഞു സുഹൃത്തുക്കളെ. നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇനി എന്താ ചെയ്യുന്നത്? പ്യൂരിഫൈ ചെയ്ത് ബോട്ടിലുകളിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെരി സിമ്പിൾ പ്രോസസ്സാണ്. ആകെ ഇതിലുണ്ടാകുന്ന എന്തൊക്കെ പ്രോസസ്സാകുന്നത്? ജ്യൂസ് ആക്കുന്നു, അതിൽ ഈസ്റ്റ് ഇടുന്നു. ആ ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് കിട്ടുന്നത്. സോ ദെർ യു ഗോ, ദാറ്റ്സ് കോൾഡ് വൈൻ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ കാണുന്ന ഈ നോൺ ആൽക്കഹോളിക് വൈൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഗ്രേപ്പ് ജ്യൂസ്. ശരി.